സർ നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ വയനാട്ടിൽ വലിയൊരു ദുരന്തമുണ്ടായിരിക്കുന്നു. അതിൽ അതീവ ദുഃഖിതരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഈ ദുരന്തത്തിന് ശേഷം ഈ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരി രംഗൻ റിപ്പോർട്ടും ഒക്കെ ഇവിടെ നടപ്പാക്കിയിരുന്നെങ്കിൽ ഈ ദുരന്തം ഉണ്ടാവുമായിരുന്നില്ല എന്നാണ്. ഇത് മാത്രമല്ല, ഏത് ദുരന്തം കേരളത്തിൽ സംഭവിച്ചാലും ഈ രണ്ട് റിപ്പോർട്ടുകളെ ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവരാറുണ്ട്. സത്യത്തിൽ ഇടനാടും തീരദേശവും ഒക്കെ ചേർന്ന് കിടക്കുന്ന ഈ കേരളത്തിൽ മലയോര മേഖലയിൽ മാത്രമാണോ ദുരന്തം സംഭവിക്കുന്നത്? അതിന്റെ കാരണം ഈ റിപ്പോർട്ട് നടപ്പാക്കാത്തതാണ്. ഞാൻ ഉറച്ചു തന്നെ പറയട്ടെ, ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കുക തന്നെ വേണം. കാരണം പശ്ചിമഘട്ടം സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ആ റിപ്പോർട്ടിൽ മറവിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഫോറസ്റ്റൈസേഷൻ, വനവൽക്കരണം, അതുപോലെ തന്നെ ഏതൊരു പ്രളയമുണ്ടാകുമ്പോഴും ഏതൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും ഇത്തരത്തിൽ ഏതൊരു ദുരന്തം ഉണ്ടാകുമ്പോഴും മലയോര കർഷകന്റെ കുറ്റം കൊണ്ട് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാത്തത് കൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ നടപ്പിലാക്കാത്തതാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണമെന്ന് വിശകലനം ചെയ്യുന്ന പട്ടണങ്ങളിലെ മണിമാളങ്ങളിൽ ഇരിക്കുന്ന കപട പരിസ്ഥിതിവാദികളെ ഞങ്ങൾക്ക് പുച്ഛത്തോടു കൂടി കാണാനേ കഴിയൂ. കാരണം ഇവർ പറയുന്ന പോലെ, ഞാൻ ഒരു കാര്യം തീർത്തു പറയാം, പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കുന്നതിന് മലയോര കർഷകൻ എതിരല്ല. മലയോര കർഷകനാണ് പശ്ചിമഘട്ടത്തെ കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ പച്ചപ്പ് കൊണ്ട് ഇന്ന് ഈ ലോകത്തിന് തന്നെ ഏറ്റവും അധികം പച്ചപ്പ് സംഭാവന ചെയ്തിട്ടുള്ളത് പശ്ചിമഘട്ടമാണ്. ആ പച്ചപ്പ് ഒരു സുപ്രഭാതത്തിലുണ്ടായ വനം മാത്രമല്ല, ആ വനത്തോടൊപ്പം ഇവിടുത്തെ പാവപ്പെട്ട കർഷകർ വെച്ചുപിടിപ്പിച്ചിട്ടുള്ള കൃഷിയും അതിനൊരു വലിയ കാരണമാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ഈ 2018 മുതൽ ഇവിടെ പ്രളയം ഉണ്ടാകുന്നു. 2018 മുതൽ പെട്ടിമുടിയില്, കൂട്ടിക്കല്, ഇപ്പൊ വയനാട്ടിൽ, അങ്ങനെ എല്ലാ വർഷവും നമുക്ക് ഈ പ്രളയം ആവർത്തിക്കുന്നു. ഈ പറയുന്ന ഇപ്പുറം വയനാട്ടില് ഉരുള് പൊട്ടിയത് 6 കിലോമീറ്റർ വനത്തിനുള്ളിലാണ്. അവിടെ ഏതെങ്കിലും കർഷകൻ കടന്നു ചെന്നിട്ടില്ല. അവിടെ ആ പശ്ചിമഘട്ടത്തെ നശിപ്പിക്കാൻ ആരെങ്കിലും കടന്നു ചെന്നിട്ടില്ല. അവിടെ എന്തുകൊണ്ട് ആ ദുരന്തമുണ്ടായി? നമ്മൾ പഠിക്കേണ്ടത് വിഷയം, കഴിഞ്ഞ 6-7 വർഷക്കാലമായി ഇവിടെ സമുദ്രത്തിൽ 3 ഡിഗ്രിയിലധികം ഊഷ്മാവ് വർദ്ധിച്ചിരിക്കുന്നു. അതിന്റെ പേരിൽ ഒരു മാസം തന്നെ 8-9 ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നു. ആ ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുമ്പോൾ 100 മുതൽ 200 മില്ലിമീറ്റർ വരെ മഴ മണിക്കൂറുകൾക്കിടയിൽ ഒരു സ്ഥലത്ത് പെയ്യുകയാണ്. മേഘസ്ഫോടനത്തിന് തുല്യമായ മഴ ഒരു സ്ഥലത്ത് ലഭിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന വലിയ പ്രകൃതിക്ഷോഭമാണ് വയനാട്ടിൽ സംഭവിച്ചത്. അത് സംഭവിച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ മുതൽ കുറെ പരിസ്ഥിതിവാദികൾ ഇറങ്ങി, ഗാഡ്ഗിൽ അന്ന് പറഞ്ഞതല്ലേ, PT തോമസ് അന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞാല്, ഇത് കഴിഞ്ഞ 100 വർഷക്കാലമായി ഈ മലയോര മേഖലയിൽ മുഴുവൻ അധ്വാനിച്ച് ഈ മണ്ണിനോടും മലമ്പാമ്പിനോടും ഈ മഴയോടും മല്ലടിച്ചുകൊണ്ട് ഈ നാട്ടിൽ കൃഷി നടത്തിയ ഒരു മലയോര ജനതയുണ്ട്. ആ ജനത ഈ നാടിനെ പരിസ്ഥിതിക്ക് ഒരു ദോഷവും ഉണ്ടാക്കിയിട്ടില്ല, മറിച്ച് ഈ നാടിന്റെ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെല്ലാം ഒരു സുപ്രഭാതത്തിൽ ഇവരെല്ലാം മോശക്കാരാന്ന് പറഞ്ഞാൽ അതെല്ലാം കേട്ടോണ്ടിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ മറവിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇവിടെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണം, ഞങ്ങളും പറയുന്നു പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണം, ഒരു വ്യത്യാസവും വേണ്ട. പക്ഷെ അതിന്റെ മറവിൽ ഇവിടെ ഒരു ഫോറസ്റ്റൈസേഷൻ അല്ലെങ്കിൽ ഒരു വനവൽക്കരണമാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് അംഗീകരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഇത് വിവിധ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക, അത് ആഗോളതലത്തിൽ, ഇത് 2013 UPA സർക്കാരിന്റെ കാലത്താണ് തുടക്കം കുറിച്ചത്. ആഗോളതലത്തിൽ ഇവിടെ വനവൽക്കരണം നടത്തുക, കുറെ വനത്തിന് ബഫർ സോണുകൾ സ്ഥാപിക്കുക, ആ ബഫർ സോണുകളിൽ പിന്നീട് കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റാതെ വരിക, കർഷകർക്ക് വീട് വെക്കാൻ പറ്റാതെ ഇരിക്കുക. ഞാൻ പറയട്ടെ, ഈ പറയുന്ന പോലെ ക്വാറിങ് പർപ്പസ് നിരോധിക്കട്ടെ. അവിടെ അതല്ലേ മണ്ണിനെ ഏറ്റവും അധികം നശിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മറ്റ് വലിയ ഹൈറേസ്ഡ് ബിൽഡിങ്സ്, അതൊക്കെ അവർക്ക് പറയാം. പക്ഷേ സാധാരണക്കാരായ കർഷകർ വീട് വെക്കുന്നതിനെയും അവര് കൃഷി ചെയ്യുന്നതിനെയും മണ്ണിൽ കിളയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കാൻ സൗകര്യമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഗാഡ്ഗിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വീട് വെക്കുന്നത് തടസ്സമാണ്, ഈ ഭൂമി ക്രയവിക്രയം നടത്തുന്നതിൽ പ്രശ്നമാണോ എന്നൊക്കെ ഗാഡ്ഗിൽ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഗാഡ്ഗിൽ റിപ്പോർട്ടിന്റെ മറവിൽ നടപ്പിലാക്കാൻ പോകുന്ന വിജ്ഞാപനം
ആ വിജ്ഞാപനത്തിന്റെ പുറകിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അന്ന് വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് അന്നത്തെ ഞാൻ ഈ ഒരു ആരോപണമായി ഉന്നയിക്കുകയല്ല, അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. വലിയ രീതിയിൽ ഇന്ത്യയിലേക്ക് കാർബൺ ഫണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നും അവര് പുറപ്പെടുവിക്കുന്ന കാർബണെ ന്യൂട്രലൈസ് ചെയ്യുവാൻ ഇവിടെ വലിയ രീതിയിൽ വനവൽക്കരണം നടത്താൻ ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ കേന്ദ്ര സർക്കാരും അന്നത്തെ കേന്ദ്ര സർക്കാരിന് നേതൃത്വം കൊടുത്ത വ്യക്തികളും ഇവിടെ കാർബൺ ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ടെന്നും ആ കാർബൺ ഫണ്ട് കൈപ്പറ്റിയതിന്റെ പേരിൽ വലിയ രീതിയിലുള്ള ഇപ്പം മലയോര ജനതയെ കുടിയൊഴിപ്പിക്കുക. അത് ഇപ്പൊ അറിയാം, വലിയ രീതിയിലുള്ള നമുക്ക് ഈ കഴിഞ്ഞ ഒരു 2 വർഷത്തിനിടയിൽ നമുക്കറിയാം വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 1000-നടുത്ത് എത്തിയിരിക്കുന്നു. കേരള സംസ്ഥാനത്ത് വന്യമൃഗ ആക്രമണത്തിൽ മരിച്ചവർ 1000-നടുത്ത് എത്തിക്കുന്നു. ഇത് കുറെ കഴിയുമ്പോൾ ആളുകള് മലയോരം വിട്ട് മലമ്പ്രദേശങ്ങൾ വിട്ട് കൃഷി ഉപേക്ഷിച്ച് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അപ്പോ ഇതിന്റെ മറവിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പല ഗാഡ്ഗിലും കസ്തൂരിരംഗനും പറഞ്ഞിട്ടുള്ളത് പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണമെന്നാണ്. ഇതിന്റെ നിയമനിർമ്മാണത്തിലേക്ക് വരുമ്പോൾ അത് നമ്മൾ വൈഡായിട്ട് വായിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടുന്ന് ഒരു കുടിയൊഴിപ്പിക്കൽ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. അത് ഒരിക്കലും ഒരു മലയോര കർഷകരുടെ ജനപ്രതി എന്ന നിലയിൽ ഞാൻ പ്രദാനം ചെയ്യുന്ന മേഖലയുടെ പ്രതി എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതിന്റെ മറവിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. സർ, ഞാൻ ആ വിഷയത്തിലേക്ക് വരികയാണ്. അതായത് വിദേശ ഫണ്ട് സ്വീകരിച്ചിരുന്നു എന്ന ആരോപണം ഗാഡ്ഗിൽ റിപ്പോർട്ടിന് എതിരെ വലിയ തോതിൽ ഉയർന്നിരുന്ന ഒന്നാണ്. പക്ഷെ അദ്ദേഹം അതിന് നൽകിയ മറുപടി തങ്ങളുടെ ടീമിൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന അല്ല, തങ്ങളുടെ അംഗങ്ങളിൽ അല്ല, അന്ന് ഉയർന്നു വന്നിരുന്ന ഒരു ആരോപണമാണ്. അദ്ദേഹം അതിന് മറുപടി നൽകി. അന്ന് അദ്ദേഹം നൽകിയ മറുപടി തങ്ങളുടെ അംഗങ്ങളിൽ ഒരാൾ വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന ഒരു ഏജൻസിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഗവേഷണത്തിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, അത് മറ്റൊരു തരത്തിലും ആ ഫണ്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്റെ ചോദ്യം അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് പോവാം. ഈ പശ്ചിമഘട്ടത്തിൽ താങ്കൾ ഒരു മലയോര കർഷകരുടെ പ്രതിനിധി ആയതുകൊണ്ട് ചോദിക്കുകയാണ്, ഈ പശ്ചിമഘട്ടത്തിൽ ചൂഷണം നടന്നിട്ടില്ലേ? ഏത് തരത്തിലാണ് ചൂഷണം? ഈ പശ്ചിമഘട്ടത്തിന്റെ പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള റിസോർട്ട് നിർമ്മാണങ്ങൾ, വലിയ രീതിയിലുള്ള കോറിംഗ് പർപ്പസ് ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തടയപ്പെടേണ്ടത് തന്നെയാണ്. അവിടെ കൃത്യമായ മാനദണ്ഡങ്ങളിലെ MOF-ലെ ഇപ്പൊ തന്നെ ഞാൻ പറയാമല്ലോ, ഇപ്പൊ പരിസ്ഥിതി സർട്ടിഫിക്കറ്റുകൾ ഇല്ലാത്ത കോറികൾ പോലും നിർത്തലാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. പരിസ്ഥിതി ക്ലിയറൻസ് ഇല്ലാത്ത കോറികൾ ഈ നാട്ടിൽ ഓടിക്കൊണ്ടിരുന്നു, വർഷങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. അപ്പോ പാരിസ്ഥിതിക ക്ലിയറൻസ് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ കേരളത്തിലുള്ള കോറികളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് അടച്ചു പൂട്ടണം, പരിസ്ഥിതിക്ക് ദോഷമാണെന്ന് പറയുന്ന ആളല്ല ഞാനൊരു കാലത്ത് ഒരു കോറി നടത്തിയിരുന്ന ആളാണ്. ഞാൻ അതുകൊണ്ട് തന്നെ പറയട്ടെ, പരിസ്ഥിതിക്ക് കുഴപ്പമില്ലാത്ത ഞാനും നിങ്ങളും ഇരിക്കുന്ന കെട്ടിടം വാർത്തതാണ് അല്ലെ, ഞാനും നിങ്ങളും ഇപ്പം സംസാരിക്കുന്ന കെട്ടിടം വാർത്തതാണ്. ഏതെങ്കിലും ഒരു പാറമടയിൽ നിന്നും എടുത്തിട്ടുള്ള മണലോ കല്ലോ വെച്ച് ഉണ്ടാക്കിയതാണ് ആ കെട്ടിടം. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ നാടിന്റെ കൺസ്ട്രക്ഷൻ മേഖല, ഈ നാടിന്റെ വികസനവും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഒക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ കൃത്യമായി ക്വാറികൾ ഈ നാട്ടിലുണ്ടാകണം. പക്ഷെ ആ ക്വാറികൾ പശ്ചിമഘട്ടത്തെ തുറന്നുകൊണ്ടാകരുത്. ആ ക്വാറികൾ പരിസ്ഥിതിക്ക് പ്രശ്നമില്ലാത്ത 10,000-കണക്കിന് ഏക്കർ സ്ഥലം ഈ കേരള സംസ്ഥാനത്ത് ക്വാറിങ് തുടങ്ങാവുന്നുണ്ട്. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സർക്കാർ അതിനുവേണ്ടി എഫർട്ട് എടുക്കുന്നില്ലല്ലോ. സർക്കാരിന് ഇതിനൊന്നും സമയമില്ലല്ലോ. ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തിന്റെ പുറകിൽ, ദുരന്തം ഉണ്ടായതിനു ശേഷം അതിന്റെ പുറകെ ഓടാൻ ആണ് കൂടുതൽ സർക്കാരുകൾക്ക് താല്പര്യം. ഇത് അടുത്ത വർഷം റിപ്പീറ്റ് ചെയ്യും, അടുത്തതിന്റെ പിന്നത്തെ വർഷം റിപ്പീറ്റ് ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, 2018 ഇവിടെ പ്രളയബാധിത പ്രദേശങ്ങളിൽ GSIയുടെ ലിസ്റ്റ് പ്രകാരം 2018 പ്രളയത്തിന് ശേഷം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൽ മാറ്റി താമസിപ്പിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ആ ലിസ്റ്റ് പ്രകാരമുള്ള മുഴുവൻ ആളുകൾക്കും മാറ്റി താമസിക്കാനുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് എത്തിയിരുന്നു. ആ പണം ഭാഗമാറ്റി ചെലവഴിച്ചത് നമ്മളെല്ലാം കണ്ടതാണ്. എത്ര പ്രാവശ്യം ആ തുക, എത്ര കോടി രൂപ ഭാഗമാറ്റി ചെലവഴിച്ചിരിക്കുന്നു. അപ്പോ ഏറ്റവും അത്യാവശ്യമായി നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു, മുണ്ടക്കൈ ഉൾപ്പെടെ ഇപ്പൊ വയനാട്ടിൽ പ്രളയമുണ്ടായ പ്രദേശത്തെ, ചെറിയൊരു പ്രദേശത്തെ എങ്കിലും ആളുകൾ മാറ്റി പാർപ്പിക്കപ്പെടേണ്ട ആളുകൾ ഇന്ന് ഈ പ്രാവശ്യം ദുരിതത്തിൽപ്പെട്ടിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ 132 പേരുടെ ലിസ്റ്റാണ്, എന്റെ ജില്ലയിൽ 132 പേരുടെ ലിസ്റ്റാണ് കോട്ടയം ജില്ലയിലുള്ളത്. ആ 132 പേരിൽ 100-ലധികം ആളുകൾക്ക് ഇപ്പോഴും, ഒരു സംശയവും വേണ്ട, 100-ലധികം ആളുകൾക്ക് ഇപ്പോഴും മാറ്റി താമസിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആ 132 പേരിനേക്കാൾ കൂടുതൽ
ഏറ്റവും കുറഞ്ഞ ഇനി ഒരു 100 പേരെ കൂടെ സ്ഥിരമായി വെള്ളം കയറുന്ന, സ്ഥിരമായി ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള ഒരു 100 പേരുടെ ലിസ്റ്റ് കൂടെ എനിക്ക് കൊടുക്കാനുണ്ട്. ജനപ്രതിനിധികളോടൊന്നും ആലോചിക്കാതെ കൊടുത്ത ലിസ്റ്റാണത്. ഒരു ലിസ്റ്റ് കൂടെ എനിക്ക് കൊടുക്കാനുണ്ട്. അപ്പോ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായതിനു ശേഷം അതിന്റെ പുറകെ ഓടി അവർക്ക് മരണശേഷം മരിച്ച വീട്ടിൽ പൈസ കൊണ്ട് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ഇത് നാളെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ക്രിയാത്മകമായ നടപടിയിലേക്ക് പോകാൻ സർക്കാർ തയ്യാറാവുന്നില്ല. സാർ, എനിക്ക് ആ അതിൽ ഒരു വ്യക്തത വരാത്തത് കൊണ്ട് ഈ 132 പേരെ മാറ്റി പാർപ്പിച്ചു? ഇല്ല, പാർപ്പിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ 2018 ശേഷം കൊടുത്തിട്ടുള്ള ലിസ്റ്റില് ഈ കോട്ടയം ജില്ലയിൽ നിന്നുള്ള 132 പേരാണ്. അതായത് വസ്തു മേടിച്ച് വീട് വെച്ച് മാറാൻ ഗവൺമെന്റ് 10 ലക്ഷം രൂപ ആണ് ഇവർക്ക് അനുവദിക്കുന്നത്. ആ 132 പേരെന്നുള്ള എന്റെ ജില്ലയിലെ ലിസ്റ്റാണ്. ആ ലിസ്റ്റ് പോലും അതിനകത്ത് 25% പോലും ആളുകൾക്ക് മാറ്റി പാർപ്പിക്കാനുള്ള ക്രമീകരണം ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എവിടെ പോയി? താങ്കളൊരു വിവാദ മറുപടിയാണ് നേരത്തെ പറഞ്ഞത്. അല്ല, അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ട് എവിടെ പോയെന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പൊ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അത് സംബന്ധിച്ച് നിരവധി കേസുകളാണ് പെൻഡിങ് ഉള്ളത്. അതൊന്നും ഒരു നാണമാനുള്ള കാര്യമില്ല. ഞാൻ പറയാം, ഇന്ന് മൂന്നനം എന്ന് പറയുന്ന പ്രദേശത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുത്താൽ അത് എവിടെ പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട ഒരു ചെറുപ്പക്കാരന്റെ വീട്ടിൽ പോലീസ് ഇപ്പൊ അന്വേഷിച്ചു ചെന്നു. അപ്പൊ വിമർശിക്കാനൊന്നും പറ്റില്ല, ഇവർക്ക് എന്തും ചെയ്യാം. പക്ഷേ വിമർശിക്കുന്നവരെ പോലീസ് കേസെടുക്കും. അവസാനം ഒരു ചോദ്യം. ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ പരിസ്ഥിതി പ്രവർത്തകർ എന്ന് പറയുന്നവർ യഥാർത്ഥത്തിൽ അത് തന്നെയാണോ? കപട പരിസ്ഥിതി പ്രവർത്തകർ, കപട എന്നും കൂടെ അവരുടെ കൂടെ ചേർക്കണം. ഇവന്മാർക്ക് ഈ എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെ ഫ്ളാറ്റുകളിൽ ഇരിക്കുമ്പോൾ ഇവന്മാർക്ക് തോന്നും മലയോര കർഷകരെല്ലാം മോശക്കാരാണ്, ഇവരെ ഈ മണ്ണിൽ പണിയുന്നതുകൊണ്ടാണ് ഈ മണ്ണെല്ലാം ഒലിച്ചു പോരുന്നത്, അതുകൊണ്ടാണ് ഉരുള് പൊട്ടുന്നത് എന്നൊക്കെ ഇവർക്ക് തോന്നും. പക്ഷേ എത്രമാത്രം കഷ്ടപ്പെട്ടും അധ്വാനിച്ചുമാണ് ഈ പറയുന്ന മണ്ണിൽ, നിങ്ങൾ ഓർക്കണം, ഈ വലിയ മഴ, ഉരുൾപൊട്ടൽ, നിരവധിയായ മണ്ണൊലിപ്പ് പ്രശ്നങ്ങൾ, അങ്ങനെ ഒത്തിരി പ്രതിസന്ധികളെ അതിജീവിച്ചാണ് മലയോര കർഷകൻ ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ അവന്റെ കുറ്റം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് കൂടെ പറഞ്ഞാൽ അതൊന്നും കേട്ടു നിൽക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇതിനിപ്പോൾ ഒരു പരിസ്ഥിതി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതിഷേധം ഉയർന്നു തുടങ്ങി. മലയോര കർഷകരുടെ ഭാഗത്ത് നിന്ന് പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇക്കാര്യത്തിൽ? അത് മനസ്സിലായില്ല. ഇത് ഏറ്റവും നല്ല സമയത്തല്ലേ ഇതുകൊണ്ട് അവതരിപ്പിച്ചേക്കുന്നത്. ഇപ്പൊ ആരെങ്കിലും പറയുകയാണ് ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ട് മോശമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആ പറയുന്ന ആളുകളെ എല്ലാവരും കൂടെ മോശക്കാരാക്കും. അതുകൊണ്ട് ആരും മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷേ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് ഇപ്പോ വന്നിട്ടുള്ള കരട് വിജ്ഞാപനത്തിന് 60 ദിവസമാണ് അതിന്റെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. തീർച്ചയായിട്ടും കേരളത്തില് ഇതിനെ ഒരു യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ റിപ്പോർട്ടിന്റെ ഏറ്റവും വലിയ അടിസ്ഥാനപരമായ പ്രശ്നം 131 വില്ലേജുകൾ, ആ വില്ലേജുകളെ മുഴുവനായിട്ട് ഒറ്റ യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. ആ വില്ലേജിൽ തന്നെ നമുക്ക് പലതായിട്ട് തിരിക്കാം. ഇപ്പോ ഒരു വില്ലേജ് എടുത്താൽ, ഇപ്പൊ പൂഞ്ഞാർ തെക്കേക്കര വില്ലേജ് എടുത്താൽ, പൂഞ്ഞാർ തെക്കേക്കര വില്ലേജിൽ ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഭീഷണിയുള്ള മേഖലകളുണ്ട്, ഉരുൾപൊട്ടൽ യാതൊരു തരത്തിലും ഭീഷണി ഇല്ലാത്ത മേഖലകളുണ്ട്. ഇതിനെ രണ്ടായിട്ട് കാണുന്നു. അതിനെ ഒന്നായിട്ട് കണ്ടുകൊണ്ട് ഇതിനെ ഒരു യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. അതിനെ വിശദമായിട്ട് അന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഉമ്മൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 9000-ലധികം ഹെക്ടർ സ്ഥലം ഈ റിപ്പോർട്ടിന്റെ പാരിസ്ഥിതിക ദുർബല പ്രദേശത്തുള്ള പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിച്ചതായിട്ടായിരുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞു. പക്ഷെ ഇന്നലെ വന്ന നോട്ടിഫിക്കേഷനിൽ ആ പ്രദേശവും, പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെ മേൽഗാവ്, അതുപോലെ പൂഞ്ഞാർ തെക്കേക്കര, തീക്കോയി, കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളെ പൂർണ്ണമായി ഇതിനകത്ത് ഒഴിവാക്കി എന്ന് പറഞ്ഞാണ്. പക്ഷെ ആ പഞ്ചായത്തുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ വന്നിട്ടുള്ള വിജ്ഞാപനം വരുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെയുള്ള പരാതി നമ്മൾ 60 ദിവസമായിട്ട് സമയമുണ്ട്, തീർച്ചയായിട്ടും പരാതി നൽകും. അതിന് ഏത് രീതിയിലുള്ള ഇവിടുത്തെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഏത് രീതിയിലുള്ള സമര പരിപാടികൾക്കും നമ്മൾ മുമ്പിലുണ്ടാകും. ശരി സാർ, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.